എല്ലാ വൃശ്ചികക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ പഠനം, ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തുവകകൾ, കുടുംബം, ആരോഗ്യം, പൊതുവായ ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് നൽകുക. വൃശ്ചികക്കൂറുകാർക്ക് ഉപരിപഠനത്തിന് അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ്. വിദേശവാസം, വിദേശ പഠനം എന്നിവയ്ക്ക് യോഗമുണ്ട്. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോയി പഠിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ബിസിനസ്, അക്കൗണ്ടിങ്, ടീച്ചിങ്, നഴ്സിംഗ്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ തുടങ്ങിയവ എടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് പഠിക്കാവുന്നതാണ്. കർമ്മമേഖലയിൽ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലം തന്നെയാണ്. പ്രത്യേകിച്ചും ഫാമിങ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മെഡിക്കൽ, സൈക്കോളജിക്കൽ, ഹീലിംഗ്, കൗൺസിലിംഗ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെ കർമ്മമേഖലയിൽ ഉണ്ടാകും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത ഉണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ചില റിസ്കുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾക്ക് വലിയ രീതിയിൽ പരിചയമില്ലാത്ത ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുകയോ തുടങ്ങുകയോ ചെയ്യാത്തതാണ് നല്ലത്. തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് വിലയിരുത്തി വേണം മുന്നോട്ട് പോകുവാൻ. സാമ്പത്തികമായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് അല്പം ചില പ്രയാസങ്ങളും ഉയർച്ച താഴ്ചകളും ഉണ്ടാകാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം വരാമെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായോ കുടുംബപരമായോ ഉള്ള ചില പ്രയാസങ്ങളോ കാരണങ്ങളോ കൊണ്ട് തീർച്ചയായിട്ടും ധനനഷ്ടവും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ചികിത്സയിൽ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ധനനഷ്ടങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മുൻകരുതലുകൾ ആവശ്യമാണ്. വസ്തുവകകളുമായി ബന്ധപ്പെട്ട് വൃശ്ചികക്കൂറുകാർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. വസ്തുവകകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. തീർച്ചയായിട്ടും ജാതകത്തിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ട് എങ്കിൽ ഈ വർഷം വസ്തുവുമായി അല്ലെങ്കിൽ വാഹനങ്ങളുമായി, സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാറ്റിവെക്കുന്നതാണ് കൂടുതൽ ഗുണകരമായിട്ട് ഉണ്ടാകുക. ജാതകത്തിൽ മോശം സമയമായിട്ടുള്ള വൃശ്ചികക്കൂറുകാർ തീർച്ചയായിട്ടും വസ്തുവകകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ ആണെങ്കിലും സ്വന്തം ഇഷ്ടങ്ങളും വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ കൃത്യമായി പാർട്ട്ണറെ ബോധ്യപ്പെടുത്തുന്നതിലോ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നതിലോ വൈകല്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകാം. ജാതകത്തിൽ ഭാര്യാഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും അവരുടെ ദശാപഹാരങ്ങളുമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾക്ക് ആരോഗ്യ വിഷയങ്ങളിൽ പ്രയാസം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രയാസങ്ങൾ വരാം. അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വരുവാനും ഉള്ള ചില സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ആവശ്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രയാസങ്ങൾ മൂലം സാമ്പത്തിക ചെലവ് തന്നെയാണ് കാണുന്നത്, മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ കൃത്യമായ ദിനചര്യ, ഭക്ഷണക്രമം, ഉറക്കം, വ്യായാമം എന്നിവയിൽ മുൻഗണന കൊടുത്ത് ദിനചര്യകൾ നന്നായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് അഭികാമ്യമാണ്. പൊതുവായി സാമ്പത്തികം, ആരോഗ്യം, സന്താന വിഷയങ്ങൾ എന്നിവയിൽ ചില പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പഠനം, ജോലി, സാമ്പത്തികം ചില വിഷയങ്ങളിൽ അനുകൂലവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലവും വരുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പരിഹാരമായിട്ട് സുബ്രഹ്മണ്യൻ, അതുപോലെ കുലദേവത ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കാം. നിത്യേന നാമജപം, യോഗ, ധ്യാനം മുതലായവ ശീലിക്കുക. ഇത്രയുമാണ് പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ല ഒരു വർഷം
ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.